ഹലോ, വെൽക്കം ടു ലേണിനോ. നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് LDCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മൾ LDC, അതായത് ലാസ്റ്റ് ടൈം നടന്നിട്ടുണ്ടായിരുന്ന ഖാദി ബോർഡ് LDCയുടെ പ്രിലിംസിലെ ക്വസ്റ്റ്യൻസ് ആണ് ലാസ്റ്റ് ടൈം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 20 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ എക്സ്ട്രാ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് നമ്മൾ അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് നോക്കുന്നത്. ഇതിലും നമ്മളൊരു 20 ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. 21ാമത്തെ ചോദ്യം. 20 ക്വസ്റ്റ്യൻ വരെ നമ്മൾ ചെയ്തു, അതിന്റെ കണ്ടിന്യൂസ് ആയിട്ടാണ് കേട്ടോ. അപ്പോൾ 21st ക്വസ്റ്റ്യൻ, നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമന ഏത് ഭാഷയിലാണ് രചിച്ചത്? ജനഗണമന ഏത് ഭാഷയിലാണ്? നമുക്കറിയാം നമ്മുടെ ദേശീയ ഗാനം എന്ന് പറയുന്നത് ജനഗണമനയാണ്. അത് എഴുതിയത് ആരാണ്? അത് രവീന്ദ്രനാഥ ടാഗോറാണ് അല്ലേ. അപ്പോൾ അദ്ദേഹം ജനഗണമന എഴുതിയത് ഏത് ലാംഗ്വേജിലാണ്, ഏത് ഭാഷയിലാണ് എന്നാണ് ചോദ്യം. മറാത്തി, ഹിന്ദി, ബംഗാളി, ഗുജറാത്തി. രവീന്ദ്രനാഥ ടാഗോർ ബംഗാളിയാന്ന് നമുക്കറിയാലോ അല്ലെ. അപ്പൊ അദ്ദേഹം ബംഗാളി ഭാഷയിൽ തന്നെ എഴുതുള്ളൂ. അദ്ദേഹം ഇംഗ്ലീഷിലൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ ജനഗണമന എഴുതിയിരിക്കുന്നത് ഏത് ലാംഗ്വേജിലാണ്? ബംഗാളി ലാംഗ്വേജിലാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമന രചിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. അദ്ദേഹം രചിച്ചിരിക്കുന്നത് ബംഗാളി ഭാഷയിലാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ബങ്കിം ചന്ദ്ര ചാറ്റർജി ഏത് കൃതിയിൽ നിന്നാണ് എടുത്തത്? അപ്പോൾ വന്ദേ മാതരം എന്നത് ഇന്ത്യയുടെ ദേശീയ ഗീതമാണ്. അത് എഴുതിയത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു കൃതിയിൽ നിന്ന് എടുത്തതാണ് ഈ പറയുന്ന വന്ദേ മാതരം എന്ന് പറയുന്ന ആ ദേശീയ ഗീതം എന്ന് പറയുന്നത്. അത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് കൃതിയിൽ നിന്നാണ് എടുത്തത്? പലപ്പോഴായി PSC ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. പ്രീവിയസ് ഇയർ കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ നോക്കിയാലും തന്നെ ഈ ഒരു ചോദ്യം നമ്മൾക്ക് അവിടെ കാണാവുന്നതാണ് അല്ലെ. ഈ ജനഗണമനയും ചോദിക്കാറുണ്ട്, അതിന്റെ ലാംഗ്വേജ് ചോദിക്കാറുണ്ട്, വന്ദേ മാതരം പല രീതിയിൽ ഈ ക്വസ്റ്റ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും ജനഗണമന എഴുതിയത് ആരാണെന്ന് ചോദിക്കാറുണ്ട്, ദേശീയ ഗാനം ഏതാണെന്ന് ചോദിക്കാറുണ്ട്, ഏത് ലാംഗ്വേജ് ആണെന്ന് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് ഈ വന്ദേ മാതരത്തിന്റെ കേസും. അത് ആരാണ് എഴുതിയെന്ന് ചോദിക്കാറുണ്ട്. അതായത് ഒത്തിരി എളുപ്പമുള്ള ചോദ്യ പേപ്പർ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചോദിക്കാം, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഹയർ ആണെന്നുണ്ടെങ്കിൽ അത് ഏത് കൃതിയിൽ നിന്ന് എടുത്തതെന്ന് ചോദിക്കാം, ഏത് ലാംഗ്വേജിൽ എഴുതിയെന്നുള്ളൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട് കേട്ടോ. അപ്പോൾ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ വന്ദേ മാതരം എന്ന ദേശീയ ഗീതം ഏത് കൃതിയിൽ നിന്നാണ് എടുത്തത്? കപാൽ കുണ്ടല, ആനന്ദമഠം, ദുർഗേഷ് നന്ദിനി, ദേവി ചൗധുരാനി. ഏതിൽ നിന്നാണ് ഈ പറയുന്ന വന്ദേ മാതരം എടുത്തിട്ടുള്ളത്? അത് ഓപ്ഷൻ ബി, ആനന്ദമഠം എന്ന അദ്ദേഹത്തിന്റെ കൃതിയിൽ നിന്ന് എടുത്തതാണ് വന്ദേ മാതരം എന്ന് പറയുന്ന ദേശീയ ഗീതം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യൻ പൗരന്റെ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റ് ഏതാണെന്നാണ് ചോദ്യം. അപ്പോൾ മൗലികാവകാശങ്ങൾ അഥവാ ഫണ്ടമെന്റൽ റൈറ്റ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളാണ് അല്ലെ. മൗലികാവകാശം എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മളുടെ ഭരണഘടനയിൽ ഒത്തിരി ഭാഗങ്ങളുണ്ട് അല്ലെ, ഒത്തിരി ഷെഡ്യൂളുകളുണ്ട്, ഒത്തിരി പാർട്ടുകൾ ഉണ്ട് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ അതില് നമ്മൾക്ക് ഏറ്റവും ആദ്യത്തെ പാർട്ട് എന്ന് പറയുന്നത് ഏതാണ്? അപ്പൊ നമ്മളുടെ ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഇന്ത്യൻ യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറീസ് എന്ന് പറയുന്നില്ലേ. ഇന്ത്യ അതിൽ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ്, അഥവാ ഇന്ത്യ സംസ്ഥാനങ്ങളുടെ ഒരു കൂട്ടായ്മയാണെന്നാണ് അതിൽ പറയുന്നത് അല്ലെ. അത് ഒന്നാമത്തെ ഭാഗം. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് സിറ്റിസൺഷിപ്പ് അഥവാ പൗരത്വത്തിനെ കുറിച്ച് പറയുന്ന ഭാഗമാണ്. അപ്പൊ അതിൽ കുറെ ആർട്ടിക്കിളൊക്കെ ഉണ്ട്, 5 മുതൽ 11 വരെയുള്ള ആർട്ടിക്കിളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് മൂന്നാമത്തെ ഭാഗമാണ് എന്ത് പറയുന്നത്? ഈ പറയുന്ന മൗലികാവകാശങ്ങൾ എന്ന് പറയുന്നത്. മൗലികാവകാശങ്ങൾ കഴിഞ്ഞ് നാലാമത്തെ ഭാഗം വരുന്നത് മാർഗനിർദ്ദേശക തത്വങ്ങൾ അഥവാ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി അല്ലെ, DPSP എന്ന് പറയും. അത് കഴിഞ്ഞ് നമുക്ക് 4 കഴിഞ്ഞ് പിന്നെ 5 അല്ല 4A ഉണ്ട്. 4Aയിലാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അഥവാ മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് പറയുന്നത്. മൗലിക അവകാശങ്ങളും മൗലിക കർത്തവ്യങ്ങളും തമ്മിൽ കുറച്ച് കണക്ഷൻസ് ഒക്കെ ഉണ്ട്. ഈ ഓരോ പാർട്ടിന്റെ ഭാഗത്തും കുറേ ആർട്ടിക്കിളുകൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി പാർട്ടുകൾ നമ്മളുടെ ഭരണഘടനയിൽ കാണുന്നുണ്ട്. അതുപോലെ ഷെഡ്യൂളുകൾ 12 ഷെഡ്യൂളുകളാണുള്ളത്. അതിന് കോഡൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലെ, ടിയേഴ്സ് ഓഫ് ഓൾഡ് PM എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കുക. ആൻഡ് അപ്പൊ നമുക്കിവിടെ ചോദ്യത്തിലേക്ക് വരാം. ഇന്ത്യൻ പൗരന്റെ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളെ തെറ്റേതാ ചോദിക്കണം. മൗലികാവകാശങ്ങളെ സംരക്ഷിക്കുന്നത് ഭരണഘടനയാണ് എന്നുള്ളത് ശരിയായ പ്രസ്താവനയാണ്. മൗലികാവകാശങ്ങളിൽ മാറ്റം വരുത്താൻ ഭരണഘടനാ ഭേദഗതിയിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. നമുക്ക് തോന്നിയ പോലെ മൗലികാവകാശം ഫണ്ടമെന്റൽ റൈറ്റ്സ് ഒന്നും ഒരിക്കലും നമുക്ക് ഇഷ്ടമുള്ള പോലെ മാറ്റാനായിട്ടൊന്നും സാധിക്കില്ല. അതിൽ ഭരണഘടനാ ഭേദഗതിയൊക്കെ ഉണ്ട്. അതൊക്കെ ചെയ്തിട്ട് മാത്രമേ, അതിലൂടെ മാത്രമേ നമ്മൾക്ക്
മാറ്റാനായിട്ട് സാധിക്കുള്ളൂ. ഗവൺമെന്റിന്റെ ഒരു ഘടകവും മൗലികാവകാശങ്ങൾ ലംഘിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ പാടുള്ളതല്ല. അത് ഇമ്പോർട്ടന്റ് ആണ്. മൗലികാവകാശങ്ങൾ ലംഘിക്കുന്ന രീതിയിൽ ഗവൺമെന്റിന്റെ അണ്ടറിൽ എന്തോരം ഘടകങ്ങളുണ്ട് അല്ലെ, അവരൊരിക്കലും ഈ പറഞ്ഞ മൗലികാവകാശങ്ങളെ ലംഘിക്കുന്ന രീതിയിൽ എന്ത് ചെയ്യാൻ പാടില്ല, പ്രവർത്തിക്കാനായിട്ട് പാടില്ല. മൗലികാവകാശങ്ങൾ ന്യായവാദത്തിന് അർഹമല്ല അല്ലെങ്കിൽ ന്യായവാദാർഹമല്ല എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. മൗലികാവകാശങ്ങൾ നമുക്ക് ന്യായവാദത്തിന് അതെന്താണ്, അർഹമാണ്. ഓപ്ഷൻ ഡി ആണ് അപ്പൊ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. താഴെ തന്നിരിക്കുന്നതിൽ തെറ്റ് ഏതാണെന്നല്ലേ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ താഴെ തന്നിരിക്കുന്ന മൗലികാവകാശങ്ങൾ ന്യായവാദത്തിന് അർഹമല്ല എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്നത് ഏത് വർഷത്തിലാണ്? റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് വന്നത് ഏത് വർഷത്തിലാണ്? 2005, 2004, 2006, 1999 ഈ വർഷങ്ങളിൽ ഏത് വർഷത്തിലാണ് ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്നത്? 2005 കേട്ടോ. 2005 വിവരാവകാശം നിലവിൽ വരുന്നത്. 2005 ഒക്ടോബർ 20 ഇത് നിലവിൽ വരുന്നത്. ആക്ച്വലി ഇതിന്റെ ബില്ല് പാർലമെന്റ് ജൂണിന്റെ ആ സമയത്ത്, ജൂൺ 15 വന്ന സമയത്ത് അവര് പാസ്സൊക്കെ ആക്കി. എന്നിട്ട് അത് കെയിം ഇൻ ടു ഫോഴ്സ്. നിലവിൽ വരുന്നത് 2005 ഒക്ടോബർ 12 ഡേറ്റ് ഒന്ന് നോട്ട് ചെയ്യാം കേട്ടോ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആരാണ്? ആദ്യത്തെ ചെയർമാൻ ആണ്. അതെപ്പോഴും ഒരു റെക്കോർഡാണ്, അല്ലാതെ ഒരിക്കലും മാറില്ല. അപ്പോ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് MN വെങ്കട ചെല്ലയ്യ, ജസ്റ്റിസ് രംഗനാഥ മിശ്ര, ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ, ജസ്റ്റിസ് ES വെങ്കടരാമയ്യ. ആരാണ് ആദ്യത്തെ ചെയർമാൻ എന്ന് പറയുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ? ബി, ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ എന്ന് പറയുന്നത് കേട്ടോ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത് 1993 സെപ്റ്റംബർ 28 ഓർഡിനൻസിലൂടെ നിലവിൽ വന്ന മനുഷ്യാവകാശ സംരക്ഷണ നിയമം അനുശാസിക്കുന്ന അധികാരങ്ങളും ഉത്തരവാദിത്തങ്ങളൊക്കെ നിർവഹിക്കുന്ന ഒരു കമ്മീഷനാണ്. അതാണ് ഇതിൽ പ്രധാനപ്പെട്ട ചുമതല എന്ന് പറയുന്നത്. മനുഷ്യന്റെ അവകാശങ്ങൾ ഹനിക്കുന്ന ഭാഗത്ത് ഇവര് അതിനു വേണ്ടിയിട്ട് നിലകൊള്ളണം എന്നുള്ളതാണ്. അപ്പോൾ നിലവിൽ വരുന്നത് എപ്പോഴാണ്? അത് രൂപീകരിച്ചത് 1993 ഒക്ടോബർ 12 കേട്ടോ. അതിന്റെ ഡേറ്റ് ഒക്ടോബർ 12 ഒക്ടോബർ 12 1993 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വരുന്നത്. അപ്പൊ അങ്ങനെ ഉണ്ടായ ആ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ്. ഇപ്പൊ ലേറ്റസ്റ്റ് ചെയർമാൻ ആയിട്ടുള്ളത് ജസ്റ്റിസ് അരുൺ കുമാർ മിശ്രയാണ്. വീണ്ടും ഒരു മിശ്ര, അദ്ദേഹമാണ് ഇപ്പോഴത്തെ ചെയർമാൻ എന്ന് പറയുന്നത്. ഈ നാഷണൽ NHRC എന്നാണ് നമ്മളതിന് ഷോർട്ടായിട്ട് പറയാം. ചെയർമാനെ അവിടെ നിന്ന് നീക്കം ചെയ്യാനുള്ള അധികാരം ആർക്കുണ്ട്? പ്രസിഡന്റിനാണ് ഉള്ളത് കേട്ടോ. ആദ്യത്തെ NHRC അഥവാ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ശ്രീ ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ആളാണ് ആര്? MN വെങ്കട ചെല്ലയ്യ എന്ന് പറയുന്നത്. ഇദ്ദേഹം അതിൽ രണ്ടാമത്തെ സ്ഥാനത്തുള്ള ആളാണ്. അതേപോലെ ഒരു മലയാളി അതിന്റെ ചെയർപേഴ്സൺ ആയിട്ടുണ്ട്. അദ്ദേഹമാണ് ഈ പറയുന്ന ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ എന്ന് പറയുന്നത്. അദ്ദേഹം ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആയിരുന്നു. അതുപോലെ ഒരു മെമ്പർ ഉണ്ടായിരുന്നു, അതായത് ചെയർപേഴ്സൺ അല്ല. ഇതിലെ NHRCയിൽ മെമ്പറുകളുണ്ടല്ലോ, അങ്ങനെ ഉണ്ടായ മെമ്പറിൽ ഒരു മലയാളിയായിരുന്നു ആര്? ഫാത്തിമ ബീവി എന്ന് പറയുന്ന ആള് സുപ്രീം കോടതിയിലെ ജസ്റ്റിസ് ആയിരുന്നു. ചീഫ് ജസ്റ്റിസ് അല്ല, ജസ്റ്റിസ് ആയിരുന്നു ഫാത്തിമ ബീവി എന്ന് പറയുന്ന വ്യക്തി. ഓക്കെ, അത്രയാണ് നമ്മൾ ഇതിൽ പഠിച്ചിരിക്കേണ്ട മറ്റുള്ള വ്യക്തികൾ ഓപ്ഷനിലുള്ളത്. പിന്നെ ജസ്റ്റിസ് ES വെങ്കടരാമയ്യ എന്ന് പറയുന്നത് 19ാമത്തെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആണ്. CJI ആണ്, നമ്മുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നു ജസ്റ്റിസ് ES വെങ്കടരാമയ്യ. അത് മാത്രമല്ലല്ലോ കേട്ടോ, അദ്ദേഹം ഈ NHRCയിലൊന്നും അദ്ദേഹം വലിയ പങ്ക് കണ്ടില്ല. ഓക്കെ, അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകൾ ഏത് രാജ്യത്തെ ഭരണഘടനയിൽ നിന്നും എടുത്തതാണ്? നമ്മൾക്ക് അറിയാം, നമ്മളെ പല കാര്യങ്ങളും, നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഭരണഘടന അല്ലെ. ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് ഇതുവരെ ലോകത്തുള്ള ഭരണഘടനയിൽ ഏറ്റവും വലിയ ഭരണഘടനയാണ്. നമ്മൾ എല്ലാ രാജ്യങ്ങളും, അത്യാവശ്യമുള്ള എല്ലാ രാജ്യങ്ങളിൽ നിന്നും ഉള്ള നല്ല വശങ്ങളൊക്കെ കടം കൊണ്ടാണ് നമ്മുടെ ഭരണഘടന ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ അല്ലെ. അപ്പോ ഈ പറയുന്ന ഭരണഘടനയിലെ മൗലിക കടമകൾ എന്ന് പറയുന്ന ആശയം നമ്മൾ എവിടെ നിന്നാണ് എടുത്തത്? അമേരിക്കയിൽ നിന്നാണോ, ബ്രിട്ടനിൽ നിന്നാണോ, സോവിയറ്റ് യൂണിയനിൽ നിന്നാണോ, കാനഡയിൽ നിന്നാണോ, എവിടെ നിന്നാണ് നമ്മളത് എടുത്തത്? അത് സോവിയറ്റ് യൂണിയൻ.
നമ്മൾ പഠിച്ചിട്ടുള്ളത് റഷ്യ എന്നായിരിക്കും അല്ലേ. അപ്പൊ സോവിയറ്റ് യൂണിയൻ തന്നെയാണ് റഷ്യ. USSR എന്ന് പറഞ്ഞാലും അതെന്താണ്, അത് റഷ്യ തന്നെയാണ് കേട്ടോ. അപ്പൊ ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകൾ ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്ന് നമ്മൾ കടമെടുത്തതാണ്? അത് സോവിയറ്റ് യൂണിയൻ അഥവാ റഷ്യയിൽ നിന്നാണ്. അതേപോലെ ഈ ഓരോ രാജ്യങ്ങളിൽ നിന്നും നമ്മൾ കടമെടുത്തിട്ടുണ്ട്. നമ്മൾ ബ്രിട്ടനിൽ നിന്ന് കടമെടുത്തിട്ടുള്ളതാണ് ഏകപൗരത്വം എന്ന് പറയുന്നത് അല്ലെ. ഒരു സിറ്റിസൺഷിപ്പ് അല്ലേ നമുക്കുള്ളൂ. നമുക്ക് ഇന്ത്യയിലുള്ള ആൾക്ക് രണ്ട് രാജ്യങ്ങളിലുള്ള സിറ്റിസൺഷിപ്പ് നമുക്ക് പറ്റില്ല അല്ലെ. ആകെ ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ പൗരത്വം മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അതുപോലെ പാർലമെന്ററി സിസ്റ്റം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കടമെടുത്തിട്ടുള്ളത് എവിടെ നിന്നാണ്? സ്പീക്കർ എന്നുള്ള കാര്യങ്ങളൊക്കെ കടമെടുത്തിട്ടുള്ളത് എവിടെ നിന്നാണ്? അത് ബ്രിട്ടനിൽ നിന്നാണ്. അതുപോലെ ഓസ്ട്രേലിയയിൽ നിന്നാണ് നമ്മൾ കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുന്ന ആശയം നമ്മൾ കടമെടുത്തിട്ടുള്ളത്. മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്ന അഥവാ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്ന ആശയം നമ്മൾ കടമെടുത്തിട്ടുള്ളത് അമേരിക്കയിൽ നിന്നാണ്. അതുപോലെ കാനഡയിൽ നിന്ന് നമ്മൾ കടമെടുത്തിട്ടുള്ള ഒരു ആശയമാണ് ഫെഡറേഷൻ എന്ന് പറയുന്നത്. ഫെഡ, കാനഡ, അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാം. അപ്പോൾ ആ ഒരു ഫെഡറേഷൻ പറയുന്ന കോൺസെപ്റ്റ് നമ്മൾ എടുക്കുന്നത് കാനഡയിൽ നിന്നാണ്. ഇതുപോലെ പല രാജ്യങ്ങളിൽ നിന്നുമായിട്ട് നമ്മൾ പല ഐഡിയാസും നമ്മൾ കടമെടുത്തിട്ടുണ്ട്. 5-year പ്ലാൻ ഇല്ലേ, അതൊക്കെ കടമെടുത്തിട്ടുള്ളത് റഷ്യയിൽ നിന്നാണ്. അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ കടമെടുത്തിട്ടുണ്ട് കേട്ടോ പല രാജ്യങ്ങളിൽ നിന്നായിട്ട്. അപ്പൊ ഇവിടെ ആൻസർ സോവിയറ്റ് യൂണിയൻ ആണ്. അടുത്തത്, ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവും ഹൃദയവും, ഹാർട്ട് ആൻഡ് സോൾ എന്നറിയപ്പെടുന്നത് ഏത് ആർട്ടിക്കിൾ ആണ്? ആർട്ടിക്കിൾ 32, ആർട്ടിക്കിൾ 31, ആർട്ടിക്കിൾ 33, ആർട്ടിക്കിൾ 21A. അത് കാണാപ്പാഠം പഠിക്കേണ്ടതാണ്. ഭരണഘടനയുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആത്മാവും ഹൃദയവും അഥവാ ഹാർട്ട് ആൻഡ് സോൾ എന്നറിയപ്പെടുന്ന ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ഏതാണ്? ആർട്ടിക്കിൾ 32 ആണ്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ദേശീയ മുദ്രയിൽ ഉൾപ്പെട്ടിട്ടുള്ള മൃഗങ്ങൾ ഏതൊക്കെയാണ്? നമുക്കറിയാലോ ദേശീയ മുദ്ര പറയുന്നത് അല്ലെ. ആ ഒരു ഫ്രണ്ടിൽ നോക്കും 3 സിംഹങ്ങൾ കാണാം, താഴെ ഒരു ബേസ് ഉണ്ടാവും. ഈ ബേസിന്റെ മുകളിലാണ് ഈ 3 സിംഹങ്ങൾ. ശരിക്കും 4 സിംഹങ്ങളാണ്. ഇവിടെ ഒരു സിംഹം ഉണ്ടാവും, ഇവിടെ ഒരു സിംഹം ഉണ്ടാവും, ഇവിടെ ഒരു സിംഹം ഉണ്ടാവും, പിന്നെ പുറകിലുള്ള സിംഹം ഉണ്ടാവും. ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഈ 3 കാണുള്ളൂ. അപ്പൊ മൊത്തം 4 സിംഹം ഉണ്ട്. അതിന്റെ താഴെ അശോകചക്രം നമ്മൾ കണ്ടിട്ടുണ്ട്. അതല്ലാതെ അതിന്റെ താഴെ വേറെ കുറച്ച് മൃഗങ്ങളും കൂടിയുണ്ട്. അത് ഏതൊക്കെയാണെന്നാ ചോദിക്കുന്നത്. അപ്പൊ ഓപ്ഷൻ എ ആന, കാള, കടുവ, കുതിര. അടുത്തത് ആന, പശു, കടുവ, കുതിര. മൂന്നാമത്തെ ആന, പശു, സിംഹം, കുതിര. നാലാമത്തെ ആന, കാള, സിംഹം, കുതിര. ഏതൊക്കെയുള്ളത്? സിംഹമുണ്ട്, പിന്നെ കാളയുണ്ട്, ആനയുണ്ട്, കുതിരയുണ്ട് കേട്ടോ. അപ്പൊ ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം, കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? ഉൾപ്പെടാത്തത് ആരാണ് ചോദിക്കുന്നത്. സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സ്വത്തവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. അപ്പൊ നമ്മൾക്കിത് അവകാശം പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഫണ്ടമെന്റൽ റൈറ്റ്സിൽ താഴ്ത്തന്നിരിക്കുന്നത് ഏതാണ് പെടാത്തതെന്നാണ് ചോദിക്കുന്നത് അല്ലെ. മൗലിക അവകാശങ്ങളിൽ പെടാത്തത് ഏതാണെന്നാണ് ചോദ്യം. മൗലിക അവകാശങ്ങൾ പറയുമ്പോൾ നമ്മൾക്കൊരു 6 മൗലിക അവകാശങ്ങളാണ് നമുക്കുള്ളത് അല്ലെ. മൗലികാവകാശങ്ങൾ 12 മുതൽ 35 വരെയുള്ള ആർട്ടിക്കിളാണ് അതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഇതിൽ 6 അവകാശങ്ങളുണ്ട്. 1 സമത്വത്തിനുള്ള അവകാശം, 2 സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, 3 ചൂഷണത്തിനെതിരെയുള്ള അവകാശം, 4 മതപരമായിട്ടുള്ള അവകാശങ്ങൾ, അതേപോലെ 5-മത്തെ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശങ്ങൾ, ഏറ്റവും അവസാനം ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം. ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം പറയുന്നത് റിട്ടുകൾ പെടുന്നതാണ്. അത് 32-ാമത്തെ ആർട്ടിക്കിൾ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത്രയും അവകാശങ്ങളാണ് എന്തിൽ വരിക? മൗലിക അവകാശങ്ങളിൽ വരിക. അതെല്ലാം മുമ്പ് ഈ അവകാശങ്ങളിൽ 5-മത്തെ അവകാശങ്ങൾ, അതായത് സാംസ്കാരിക വിദ്യാഭ്യാസപരമായിട്ടുള്ള അവകാശത്തിൽ പെട്ട ഒന്നായിരുന്നു ഈ പറയുന്ന സ്വത്തവകാശം എന്ന് പറയുന്നത്. 31-ാമത്തെ ആർട്ടിക്കിൾ ആയിട്ട് മുമ്പ് ഉണ്ടായിരുന്നതായിരുന്നു ഈ പറയുന്ന സ്വത്തവകാശം എന്ന് പറയുന്നത്. പിന്നീട് അതെന്ത് ചെയ്തിട്ടുണ്ട്? 44-ാം ഭേദഗതി 1978-ലെ 44-ാം ഭേദഗതി അനുസരിച്ചിട്ട് അതെന്ത് ചെയ്തു? ഇവിടുന്ന് കട്ട് ചെയ്തു. ഈ അവകാശത്തിൽ നിന്ന് കട്ട് ചെയ്തിട്ട് ആർട്ടിക്കിൾ 300A ആയിട്ട് അത് പിന്നീട് നമ്മുടെ ഭരണഘടനയിൽ തന്നെ കൂട്ടിച്ചേർക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോ നമുക്ക് സ്വത്തവകാശം ഏതിൽ പെടില്ല? ഇപ്പോ ഈ മൗലികാവകാശങ്ങൾ പെടില്ല. അപ്പൊ തന്നിരിക്കുന്നതിൽ ഉൾപ്പെടാത്തത്, കൂട്ടത്തിൽ പെടാത്ത ആരാ? ഓപ്ഷൻ സി ആണ് കേട്ടോ. ത്രിവർണ പതാകയെ ഇന്ത്യയുടെ ദേശീയ പതാകയായി ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് എന്നാണ്? 1947 ജൂലൈ 22, 1947 ഓഗസ്റ്റ് 15, 1950 ജനുവരി 26, 1949 നവംബർ 26. അപ്പൊ ത്രിവർണ പതാക നമ്മുടെ ട്രൈ കളർ ഫ്ലാഗിന് ദേശീയ പതാകയായിട്ട് നമ്മൾ അംഗീകരിച്ചത് എന്നാണെന്നാണ് ചോദ്യം. എന്നാണ്? 1947 ജൂലൈ 22-നാണ് നമ്മളതിനെ അംഗീകരിച്ചത് കേട്ടോ. ഇതേപോലെ നമ്മൾ ഇന്ന് പലതും അംഗീകരിച്ചത് കൊണ്ടാണ് പലതും നമ്മളിന്ന് ഉപയോഗിക്കുന്നത്. ഓക്കെ.
അത് നമ്മളിപ്പോൾ ദേശീയ ഗാനം, ദേശീയ ഗീതം ഇതൊക്കെ ഓരോ ടൈമിൽ നമ്മൾ അംഗീകരിച്ചത് കൊണ്ടാണ് നമ്മൾക്കത് ഇന്നും നമ്മളതിനെ അങ്ങനെ കൊണ്ടു നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ത്യയുടെ ദേശീയ പതാകയായിട്ട് ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് എന്നാണ് 1947 ജൂലൈ 22-നാണ്. 1947 ഓഗസ്റ്റ് 15 പറഞ്ഞല്ലോ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതാണ് അല്ലേ. 1947 ഓഗസ്റ്റ് 15 നമ്മൾ റിപ്പബ്ലിക് ആയതാണ് 1950 ജനുവരി 26 എന്ന് പറയുന്നത്. നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ അഥവാ ഭരണഘടനാ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത് എന്നാണ്, അത് നവംബർ 26-നാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ഭരണഘടന എല്ലാം പൂർത്തിയായി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഈ പറയുന്ന ഭരണഘടനയെ സ്വീകരിച്ചത് 1949 നവംബർ 26-നാണ്. അതുകൊണ്ടാണ് നമ്മൾ അതിന്റെ ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്നത്. പക്ഷെ അത് കെയിം ഇൻ ടു ഫോഴ്സ് അല്ലെങ്കിൽ നിലവിൽ വന്നത് എപ്പോഴാണ്? അത് 1950 ജനുവരി 26-നാണ്. ഈ ദിവസമാണ്. അത് റിപ്പബ്ലിക് ആവുന്ന ആ സമയത്ത് തന്നെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ കൂടെ അതിന്റെ കൂടെ നിലവിൽ വന്നത്. അങ്ങനെ നിലവിൽ വന്നത് എന്നാണ്. പക്ഷെ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി അത് അംഗീകരിച്ചത് എപ്പോഴാണ്? 1949 നവംബർ 26-ആണ്. അപ്പൊ ഇതാണ് ഈ പറയുന്ന ഡേറ്റുകളിലൊക്കെ പ്രത്യേകത ഉള്ളത് കേട്ടോ. അടുത്തത് രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം ഏതാണ്? മിറാത്തുൽ അക്ബർ, ബോംബെ സമാചാർ, അമൃത ബസാർ പത്രിക, സമ്പാദ് കൗമുദി. അപ്പൊ രാജാറാം മോഹൻ റോയ് ഒത്തിരി പത്രങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ടല്ലേ. അപ്പൊ അദ്ദേഹത്തിന്റെ ബംഗാളി ഭാഷയിൽ ഇറക്കിയിട്ടുള്ള പത്രം ഏതാണെന്നാണ് ചോദ്യം. ഏതാണ്? അത് സമ്പാദ് കൗമുദിയാണ്. 1907 ജർമ്മനിയിലെ സ്റ്റുഗർട്ടിൽ വെച്ച് നടന്ന ഇന്റർനാഷണലിന്റെ സമ്മേളനത്തിൽ ത്രിവർണ്ണ പതാക ഉയർത്തിയ ഇന്ത്യൻ വനിത ആരാണ്? ഇതും പലതവണയായിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് അല്ലെ. സരോജിനി നായിഡു, മാഡം ഭിക്കാജി കാമ, അരുണ ആസിഫ് അലി, ആനി ബസന്റ്. ഇത് ആരാണ്? അത് നമുക്കറിയാം. സ്റ്റുഗർട്ടിൽ ചെയ്തത്, ജർമ്മനിലെ സ്റ്റുഗർട്ടിൽ വെച്ചിട്ട് നമ്മളുടെ ത്രിവർണ്ണ പതാക ഉയർത്തിയ ഇന്ത്യൻ വനിത എന്ന് പറയുന്നത് മാഡം ഭിക്കാജി കാമയാണ്. പ്രത്യക്ഷ രക്ഷാ ദേവസഭ PRDS പ്രത്യക്ഷ രക്ഷാ ദേവസഭ എന്ന സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ ആരാണ്? കുമാര ഗുരുദേവൻ, വാഗ്ബടാനന്ദൻ, പണ്ഡിറ്റ് KP കറുപ്പൻ, സഹോദരൻ അയ്യപ്പൻ. ആരാണ്? അത് കുമാര ഗുരുദേവനാണ് അല്ലെ. PRDS അഥവാ പ്രത്യക്ഷ രക്ഷാ ദേവസഭയുടെ സ്ഥാപകൻ എന്ന് പറയുന്ന ആരാണ്? കുമാര ഗുരുദേവനാണ്. മലബാറിലെ നാരായണ ഗുരു എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഒരു നവോത്ഥാന നായകനാണ് ഈ പറയുന്ന വാഗ്ബടാനന്ദൻ പറഞ്ഞിട്ടുള്ള വ്യക്തി. അദ്ദേഹമാണ് കൊട്ടിയൂർ ഉത്സവപ്പാട്ട് എഴുതിയത് കേട്ടോ. അഭിനവ കേരളം, ശിവയോഗ വിലാസം, ആത്മവിദ്യാ കാഹളൊക്കെ അദ്ദേഹത്തിന്റെ പ്രസിദ്ധീകരണങ്ങളായിരുന്നു. പണ്ഡിറ്റ് കറുപ്പിനെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ബുക്കാണ് ജാതിക്കുമ്മി എന്ന് പറയുന്നത്. അദ്ദേഹം ജനിച്ച സ്ഥലം ചെറാനല്ലൂരായിരുന്നു. അദ്ദേഹത്തെയാണ് കേരളത്തിലെ ലിങ്കൻ എന്നൊക്കെ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത് അല്ലെ. അപ്പൊ അത്രയും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തെ കുറിച്ച് മനസ്സിലാക്കുക. അതുപോലെ മിശ്ര ഭോജനം നടത്തിയത് ആരാണെന്ന് ചോദിക്കുമ്പോൾ അത് ആരാണ്? അത് സഹോദരൻ അയ്യപ്പനാണ്. അതൊക്കെയാണ് ഈ ഒരു ഓപ്ഷൻസിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട എക്സ്ട്രാ കാര്യങ്ങൾ കേട്ടോ. അടുത്തത് ഇന്ത്യയുടെ ദാരിദ്ര്യത്തിനുള്ള കാരണം ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചോർച്ചയാണെന്ന ചോർച്ചാ സിദ്ധാന്തത്തിലൂടെ സമർത്ഥിച്ച ഇന്ത്യൻ സാമ്പത്തിക വിദഗ്ധൻ ആരാണ്? അതും സ്ഥിരം ചോദ്യമാണ്. ദാദാഭായ് നവറോജി, ഗോപാലകൃഷ്ണ ഗോഖലെ, ബദ്രുദ്ദീൻ ത്യാബ്ജി, ഫിറോസ് ഷാ മേത്ത. ആരാണത്? അത് ദാദാഭായ് നവറോജിയാണ്. ചോർച്ച സിദ്ധാന്തം എന്ന ആശയം അദ്ദേഹത്തിന്റെയാണ്, ദാദാഭായ് നവറോജിയുടെയാണ് കേട്ടോ. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരാണ്? സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആണ് ചോദിക്കുന്നത്. ജവഹർലാൽ നെഹ്റു, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, മൗണ്ട് ബാറ്റൻ പ്രഭു, C രാജഗോപാൽ ആചാര്യ. ആരാണ്? അത് ഗവർണർ ജനറൽ തീർച്ചയായിട്ടും അത് മൗണ്ട് ബാറ്റൻ പ്രഭു തന്നെയാണ് അല്ലെ. ആദ്യത്തെ പ്രൈം മിനിസ്റ്റർ ഒക്കെയാണ് ആര്? ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്നത്. പ്രസിഡന്റ് ആണ് രാജേന്ദ്ര പ്രസാദ്. ഇനി C രാജഗോപാൽ ആചാര്യയെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ ബ്രിട്ടീഷ് ഇന്ത്യയുടെ അവസാനത്തെയും, അതായത് ഇന്ത്യ ബ്രിട്ടീഷിന്റെ കൺട്രോളിൽ ഇരിക്കുന്ന സമയത്ത് അവസാനത്തെ ഗവർണർ ജനറൽ, അതുപോലെ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ എന്ന പദവി ആർക്കാണുള്ളത്? അത് C രാജഗോപാൽ ആചാര്യക്കാണുള്ളത്. മൗണ്ട് ബാറ്റൺ ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ആയിട്ട്, അത് യൂണിയൻ ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ആയിട്ട് 1948 ജൂൺ വരെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. C രാജഗോപാൽ ആചാര്യയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം നമുക്കറിയാം 1950 നമ്മൾ റിപ്പബ്ലിക് ആയതോടുകൂടി എല്ലാം മാറി അല്ലെ. ഈ പറഞ്ഞ ബ്രിട്ടീഷുകാരന്റെ കംപ്ലീറ്റ് ഇൻഫ്ലുവൻസും ഇല്ലാണ്ട് ഫുൾ ഇന്ത്യക്കാർ മാത്രമായി. അപ്പൊ അങ്ങനെ
നമ്മളുടെ റിപ്പബ്ലിക് ആവുന്നതിന് തൊട്ട് മുമ്പ് വരെ ഗവർണർ ജനറൽ എന്നൊരു പദവി ഉണ്ടായിരുന്നു. ആ പദവി പിന്നീട് നമ്മൾക്ക് ഇല്ലാണ്ടായി റിപ്പബ്ലിക്കിന് ശേഷം. അപ്പൊ അങ്ങനെ ഗവർണർ ജനറൽ ആയിട്ടുള്ള ഒരേ ഒരു ഇന്ത്യക്കാരൻ, ഇന്ത്യയിൽ നിന്ന് ജനിച്ച ഒരു ഗവർണർ ജനറൽ ആയിട്ടുള്ള ഒരേ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഈ പറയുന്ന സി രാജഗോപാലാചാര്യാണ്. അപ്പൊ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മൗണ്ട് ബാറ്റൻ പ്രഭുവാണ്. സി രാജഗോപാലാചാര്യയുടെ കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഇന്ത്യയുടെ അവസാനത്തെ ഗവർണർ ജനറൽ ആയിരുന്നു. അതുപോലെ ഒരു ഇന്ത്യക്കാരനായിട്ടുള്ള ഗവർണർ ജനറൽ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുവരെയുള്ള ഗവർണർ ജനറൽമാരിൽ ഒരേ ഒരു ഇന്ത്യൻ ബോൺ ആയിട്ടുള്ള ഒരേ ഒരു വ്യക്തി ആരാണ്? ഈ പറയുന്ന സി രാജഗോപാലാചാര്യാണ്. അപ്പൊ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരാണ്? അത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ 1947. ഞാൻ പറഞ്ഞല്ലോ 48 ജൂൺ വരെ മൗണ്ട് ബാറ്റൻ പ്രഭു ആ ഒരു പെർട്ടിക്കുലർ പദവി അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ആള് വെറുതെ പോയത്. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല ഏതാണ്? സംസ്കൃത സർവകലാശാല, തിരുവിതാംകൂർ സർവകലാശാല, മഹാത്മാഗാന്ധി സർവകലാശാല, കണ്ണൂർ സർവകലാശാല. ഏതാണ് കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല? അത് ഓപ്ഷൻ ബി, തിരുവിതാംകൂർ സർവകലാശാല. ട്രാവൻകൂർ യൂണിവേഴ്സിറ്റിയാണ് ആദ്യത്തെ സർവകലാശാല എന്ന് പറയുന്നത്. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻ എ കെ കേളപ്പൻ, മൊയ്തു മൗലവി, പി കൃഷ്ണപിള്ള, കെ മാധവൻ നായർ. ആരാണ് കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത്? അത് കെ കേളപ്പനാണ് അല്ലെ. പി കൃഷ്ണപിള്ളയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ? ആദ്യത്തെ അബ്രാഹ്മണൻ അല്ലെ, നോൺ ബ്രാഹ്മണാണ്. നമ്മളുടെ ഫേമസ് ആയിട്ടുള്ള ഗുരുവായൂർ ടെമ്പിളില് പോയിട്ട് മണിയടിച്ചിട്ടുള്ള ആദ്യത്തെ അബ്രാഹ്മണനാണ് ആരെന്ന് പറയുന്നത്? പി കൃഷ്ണപിള്ള എന്ന് പറയുന്നത്. ഓക്കെ, അത്രയേ ഉള്ളൂ. വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം എന്നീ കൃതികളുടെ രചയിതാവായിട്ടുള്ള സാമൂഹിക പരിഷ്കർത്താവ് ആരാണെന്നാണ് ചോദിക്കുന്നത്. വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം. വൈകുണ്ഠ സ്വാമികൾ, ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, അയ്യങ്കാളി. ആരൊക്കെയാണ്? ഓപ്ഷൻ സി, ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് ആര്? വേദാധികാര നിരൂപണവും പ്രാചീന മലയാളം എന്ന് പറയുന്ന കൃതികളൊക്കെ ആരുടെയാണ്? ചട്ടമ്പി സ്വാമികളാണ് അല്ലെ. വൈകുണ്ഠ സ്വാമികളെ കുറിച്ച് പറയുന്ന സമയത്ത് അയ്യാവഴി എന്ന് പറയുന്ന ഒരു മതവിഭാഗത്തിന് സ്ഥാപിച്ചത് ആരാണ്? അത് വൈകുണ്ഠ സ്വാമികളാണ്. ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ ഒത്തിരി ഉണ്ട് അല്ലെ. പ്രധാനപ്പെട്ട സാമൂഹിക നവോത്ഥാന നായകനാണ് ഈ പറയുന്ന ശ്രീനാരായണ ഗുരു എന്ന് പറയുന്നത്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന്, അങ്ങനെയൊക്കെ കണ്ണാടി പ്രതിഷ്ഠ എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് അറിയാനായിട്ടുണ്ട്. നമ്മുടെ കലണ്ടറിൽ ജനനവും മരണവും നമുക്ക് ലീവ് കിട്ടുന്നത് ഈ ഒരു വ്യക്തിയുടെ മാത്രമേ. അദ്ദേഹത്തിന്റെ ജനനവും നമുക്ക് ചൊവ്വാക്ഷരം ലീവ് കിട്ടും, അദ്ദേഹത്തിന്റെ മരണ ദിവസവും നമുക്ക് ചൊവ്വാക്ഷരം ലീവ് കിട്ടുന്നുണ്ട്. അതൊരു പ്രത്യേകതയാണ് അദ്ദേഹത്തിന്റെ. 1903 ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം SNDP അത് സ്ഥാപിച്ചത് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ് അല്ലെ. അദ്ദേഹം ജനിച്ചത് ചെമ്പഴന്തിയിലാണ്, മരിച്ചത് എവിടെയാണ്? വർക്കലയിൽ വെച്ചിട്ടാണ് അദ്ദേഹം മരിച്ചത്. തിരിഞ്ഞു പോയത് കേട്ടോ. ഓക്കെ, അപ്പോൾ അത്രയും കാര്യമാണ് ശ്രീനാരായണനെ കുറിച്ച് പറയാനുള്ളത്. അയ്യങ്കാളിയെ കുറിച്ച് പറയാനാണെങ്കിൽ അദ്ദേഹത്തിന്റെ പേരിന് മുന്നിൽ ഒരു മഹാത്മാ ഉണ്ട് അല്ലെ. നമ്മുടെ വേറെ ആരുടെ മുന്നിൽ അങ്ങനെ കണ്ടിട്ടുള്ളൂ. മഹാത്മാ എന്നുള്ളത് അദ്ദേഹത്തിന്റെ മുന്നിൽ മാത്രം നമ്മൾക്ക് കണ്ടിട്ടുള്ളൂ. 1907 സാധുജന പരിപാലന യോഗം രൂപവത്കരിച്ചത് അദ്ദേഹമാണ്. അദ്ദേഹം പ്രജാസഭ മെമ്പർ ആയിട്ടുണ്ട് 1911 ഡിസംബർ 5-ന്. അതേപോലെ 1912 ഫെബ്രുവരി 27-നൊക്കെ അദ്ദേഹം പങ്കെടുത്ത് സംസാരിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പൊ അദ്ദേഹത്തെ കുറിച്ചിട്ട് ഒത്തിരി, കാരണം പുലയ സമുദായ അംഗമായിരുന്നു അദ്ദേഹം. അപ്പൊ അങ്ങനെയുള്ള ഒരാളിനെ അന്നത്തെ കാലത്തൊക്കെ അംഗീകരിക്കുക എന്ന് പറയുന്നത് എത്ര കഷ്ടമുള്ള കാര്യമാണെന്നുള്ളതൊന്ന് ആലോചിച്ചാൽ മതിയല്ലോ. നമുക്ക് വിദ്യാഭ്യാസം ഉണ്ട് അങ്ങനെ ഉണ്ടെന്നൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അന്ന് മുന്നിട്ട് ഇറങ്ങി അദ്ദേഹം നിന്ന് ഇന്ന് ഇത്രയും പേര് അദ്ദേഹത്തെ കുറിച്ച് പഠിക്കുന്നുണ്ടെങ്കിൽ എത്രത്തോളം എഫേർട്ട് അദ്ദേഹം അന്ന് എടുത്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നല്ലേ ഉള്ളൂ അല്ലെ. അപ്പൊ അത്രയും പ്രമുഖനായിട്ടുള്ളൊരു വ്യക്തിയാണ് ശ്രീ മഹാത്മാ അയ്യങ്കാളി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ള കേരളത്തിന്റെ ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? മലനാട്, ഇടനാട്, തീരപ്രദേശം പറഞ്ഞാൽ നമ്മൾ പല പ്രദേശങ്ങളായിട്ട് പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പൊ അതിൽ ഈ 7.5 മീറ്റർ ടു 75 മീറ്റർ വരെ ഉയരമുള്ള കേരളത്തിന്റെ ഭൂപ്രകൃതി ഏതാണ് വരിക? സഹ്യപർവ്വതം, ഇടനാട്, മലനാട്, തീരപ്രദേശം. ഏതാണ് വരിക? അത് ഓപ്ഷൻ ബി, ഇടനാടാണ് ഇതിൽ പെടുന്നത് കേട്ടോ. കേരളത്തിന്റെ ഭൂപ്രകൃതി പറയുന്ന സമയത്ത് മലനാട് ഏറ്റവും കൂടുതലുള്ളത് മലനാടാണ്. നമ്മളിപ്പോ മൊത്തം പ്രദേശം എടുക്കുന്ന സമയത്ത് 48% ആരാണുള്ളത്? മലനാടാണ് ഉള്ളത്. അത് കഴിഞ്ഞ് പിന്നെ സെക്കൻഡ് പൊസിഷൻ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് 42% ഉള്ള ഇടനാടനാണ്. പിന്നെ മൂന്നാമത്തേത് ആകെ 10% മാത്രം ആരുള്ളൂ? തീരപ്രദേശമുള്ളൂ. അപ്പൊ അങ്ങനെ കേരളത്തിന്റെ ഭൂപ്രകൃതിനെ നമ്മൾക്ക് 3ആയിട്ട് തരംതിരിക്കാവുന്നതാണ്. ഇതിൽ ഹൈറ്റും കൂടെ ഒന്ന് നമ്മൾ നോട്ട് ചെയ്ത്
വെക്കണം. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 7.5 മീറ്റർ വരെ ഉയരമുള്ള ഭാഗമാണ്. അതായത് തീരപ്രദേശം എന്ന് പറയുന്നത് 7.5 മീറ്റർ വരെ ഉയരമുള്ളതാണ് ആര്? തീരപ്രദേശം. ഇനി ഏകദേശം 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെയുള്ളതാണ് ആരെന്ന് പറയുന്നത്? ഇടനാട് എന്ന് പറയുന്നത്. ഇനി ഏകദേശം 75 മീറ്ററിനേക്കാളും കൂടുതൽ വരികയാണ്, ഗ്രേറ്റർ ദാൻ 75 മീറ്റർ, 75 മീറ്ററിൽ കൂടുതൽ വരികയാണെങ്കിൽ അതാരാണ് വരിക? മലനാടാണ് വരിക. സഹ്യപർവ്വതം എന്ന് പറയുന്നത് ഈ മലനാടിന്റെ ഒരു ഭാഗമാണ് ആരെന്ന് പറയുന്നത്? സഹ്യപർവ്വതം എന്ന് പറയുന്നത്. നമ്മുടെ കാലാവസ്ഥനൊക്കെ നല്ല രീതിയിൽ സഹായിക്കുന്നത്. ഇപ്പൊ മഴ എന്താ പറയാ, ആ കാറ്റൊക്കെ വരുന്ന സമയത്ത് തമിഴ്നാട്ടിലേക്ക് പോവാണ്ട് ഈ സഹ്യപർവ്വതം ഇങ്ങനെ തലയോട്ട് നിൽക്കുന്നതുകൊണ്ടാണ് ആ ഒരു ഈർപ്പ് നിറഞ്ഞ കാറ്റ് തടഞ്ഞിട്ട് അത് മഴയായിട്ടൊക്കെ നമ്മുടെ അവിടെ കിട്ടുന്നത്. അപ്പൊ അങ്ങനെ നമ്മുടെ കാലാവസ്ഥനെ നല്ല രീതിയിൽ സ്വാധീനിക്കുന്ന ഒന്നാണ് ഈ പറയുന്ന സഹ്യപർവ്വതം എന്ന് പറയുന്ന ആ മലനാടിന്റെ ഒരു ഭാഗം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ചോദ്യത്തിന്റെ ഉത്തരം എന്താണ്? 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ള കേരളത്തിന്റെ ഭൂപ്രകൃതി എന്ന് പറയുന്നത് ഇടനാടാണ്. 7.5 മീറ്ററിന് താഴെയാണെങ്കിൽ അത് തീരപ്രദേശമാണ്. 7.75 മീറ്ററിന് മുകളിലാണെങ്കിൽ അതെന്താണ്? മലനാടാണ് കേട്ടോ. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ഏനമാക്കൽ കായൽ, വെള്ളായണി കായൽ, പൂക്കോട് കായൽ, ശാസ്താംകോട്ട കായൽ. ഏതാണ്? നമുക്കറിയാം, ആകെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ? ഏറ്റവും വലിയ ശുദ്ധജല തടാകം എന്ന് പറയുന്നത് ഏതാണത്? അത് ശാസ്താംകോട്ട കായൽ. കേരളത്തിലെ ഒത്തിരി തടാകങ്ങളുണ്ട്. അതിൽ തന്നെ ഏറ്റവും വലിയ കേരളത്തിലെ തടാകമാണ് വേമ്പനാട് കായൽ എന്ന് പറയുന്നത്, വേമ്പനാട്ട് ലേക്ക് എന്ന് പറയുന്നത്. അപ്പൊ അത് ആലപ്പുഴയിലാണ്. അതേപോലെ ഏറ്റവും ചെറിയ തടാകമാണ് പൂക്കോട് തടാകം എന്ന് പറയുന്നത്, വയനാട്ടിലുള്ള പൂക്കോട് തടാകം. ഏറ്റവും ആഴം കൂടിയിട്ടുള്ള ഫ്രഷ് വാട്ടർ അതായത് ശുദ്ധജല തടാകം ചോദിച്ചാലും ആരാണ്? അത് ശാസ്താംകോട്ട തന്നെയാണ് കേട്ടോ. ഏറ്റവും ആഴം കൂടിയ ചോദിച്ചാൽ അത് ശാസ്താംകോട്ട തടാകം തന്നെയാണ്. നമ്മുടെ റാംസാർ സൈറ്റുകൾ ഉണ്ടല്ലോ, അപ്പൊ അതിൽ കൂടെ പെടുന്നതാണ് ഈ പറയുന്ന ശാസ്താംകോട്ട. വളരെ ക്ലീനസ്റ്റ് ആയിട്ടുള്ള ലേക്ക് ആണെന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ശുദ്ധജല തടാകം. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട തടാകം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും ഭാഗങ്ങളാണ്, ഇത്രയും ചോദ്യങ്ങളാണ് ഇത്തവണ ഡിസ്കസ് ചെയ്തത്. അപ്പൊ നമ്മൾ സെക്കൻഡ് പാർട്ടിൽ ആ ചോദ്യപേപ്പറിൽ രണ്ടാമത്തെ സെറ്റ് 20 ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കത് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കുന്ന സമയത്ത് ക്വസ്റ്റ്യൻസ് വിത്ത് അതിൻ്റെ ഓപ്ഷൻസിലുള്ള കണക്റ്റഡ് ഫാക്ട്സും കൂടെ ഒന്ന് നോക്കി പോവാം കേട്ടോ. താങ്ക് യു.